ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരാഘോഷമോ പരിപാടിയോ ഒക്കെ നടത്തുമ്പോൾ അതിൽ പലഹാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമല്ല അച്ചപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അച്ചപ്പം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഈ അച്ചപ്പം നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 മണിക്കൂർ കുതിർന്നതാണ്. മിനിമം 2 മണിക്കൂറെങ്കിലും കുതിരണം. അതിനുശേഷം നന്നായിട്ട് കഴുകി വാരിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ ജീരകമുണ്ട്. ഞാൻ അതിൽ 1/2 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകമാണേ. ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഒരു 1/2 മുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞ് വെച്ചതാണ്. ഒറ്റൊരു പാല് പിഴിഞ്ഞാൽ മതി. നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കണം. ഒത്തിരി ഒഴിച്ച് ലൂസായി പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കിപ്പോൾ ഇത്രയും പാല് ബാക്കി വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ 250 ml 1 കപ്പിന് 1 കപ്പ് പാലാണ് ചേർത്തത്. നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. കണ്ടില്ലേ, ഈ ഒരു ലൂസാണ് കേട്ടോ വേണ്ടത്. ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ബാക്കി വെച്ചേക്കുന്ന ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ തന്നെ അച്ചപ്പം ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളിക്കകത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അച്ചിട്ട് വെച്ചിട്ടുണ്ട്. അച്ച് നന്നായിട്ട് ചൂടാകണം. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അച്ചല്ലെങ്കിൽ 1/2 മണിക്കൂർ മുന്നേ തന്നെ എണ്ണയ്ക്കകത്ത് ഇട്ട് വെക്കണം കേട്ടോ. ഇനി ഈ ചൂടായ അച്ച് നമ്മളെടുത്ത് വെച്ചേക്കുന്ന മാവിലേക്ക് മുക്കണം. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മുക്കണം. ഇത് മുങ്ങിപ്പോവരുത്, അത് ശ്രദ്ധിക്കണം. മുങ്ങിപ്പോയാൽ നമുക്ക് എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ വിട്ട് കിട്ടൂല. ഇങ്ങനെ എണ്ണയ്ക്കകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അച്ച് മെല്ലെ ഇങ്ങനെ പൊക്കി എടുക്കുമ്പോൾ അതങ്ങ് വിട്ടുപോരും. വീണ്ടും അച്ച് എണ്ണയ്ക്കകത്ത് മുക്കി വെക്കണം. അച്ച് ചൂടാക്കി എടുക്കണം. അതിനുശേഷം വീണ്ടും മാവിൽ മുക്കണം. ഈ എണ്ണയ്ക്കകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിങ്ങനെ പൊക്കിയെടുക്കുക. ഇനി വീണ്ടും അച്ച് എണ്ണയ്ക്കകത്ത് വെക്കുക. ആ സമയമാകുമ്പോഴത്തേനും നമ്മൾ ആദ്യമേ ഇട്ടത് ഒരു വശമായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് വീണ്ടും എണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് ഇതേപോലെ ഉണ്ടാക്കാം. ഈ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മുടെ ആദ്യം ഇട്ടത് ആയിട്ടുണ്ടാവും. നമുക്ക് എടുക്കാറായിട്ടുണ്ടാവും. ഈ അച്ചപ്പം ഒരിക്കലും മലത്തി ഇട്ടിട്ട് കോരി എടുക്കരുത് കേട്ടോ. ഇതേപോലെ കമത്തി ഇടണം. അതിന് ശേഷമേ എന്നാലേ അതിൻ്റെ എണ്ണ ഇങ്ങനെ ഊർന്ന് താഴേക്ക് പോവുള്ളൂ. നമ്മൾ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുമ്പോഴും ഈ രീതി കമത്തി തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ആകുന്നത് മറച്ചിടുക. ഇനി അടുത്തത് ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണ് കേട്ടോ അച്ചപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അച്ചപ്പം. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.